ഒരു നിരപരാധി 10 വർഷം ജയിലിൽ കിടക്കുക. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന പരിഷ്കൃത സമൂഹത്തിൻ്റെ വിശ്വാസപ്രമാണം ആ 10 വർഷക്കാലവും വികൃതാവസ്ഥയിലായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതെ, കുണ്ടറ ആലീസ് വധക്കേസിൻ്റെ വിധിയിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2013 ജൂൺ മാസം 11-ാം തീയതി 3 മണിയോടുകൂടിയാണ് ആലീസ് എന്ന സ്ത്രീ സ്വന്തം വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ടി സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതി മേൽപ്പറഞ്ഞ ഉദ്ദേശങ്ങൾ നിർവഹിച്ച ശേഷം 6 ലക്ഷം രൂപ വില വരുന്ന വസ്തുക്കളുമായി കടന്നു കളഞ്ഞു എന്നതാണ് കേസ്. സ്പെഷ്യൽ സ്ക്വാഡ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ ചരിത്രമുണ്ടെന്നതും അടുത്തിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുമെന്ന നിലയിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് അറസ്റ്റ് ചെയ്തത് എന്നും ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തി. പ്രതിയെ ആലീസിൻ്റെ വധവുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ഒന്നും തന്നെ കോടതിയിൽ അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആയില്ല. സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന ഈ കേസിൽ നിരവധി സുപ്രീം കോടതി ഉത്തരവുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട സമീപന രീതി കൈക്കൊണ്ടില്ല. സാഹചര്യ തെളിവുകൾ കോർത്തിണക്കുമ്പോൾ അവ പ്രതി കുറ്റം ചെയ്തു എന്നതിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതായിരിക്കണം. അതായത് കോർത്തിണക്കപ്പെട്ട സാഹചര്യ തെളിവുകൾ ഒരു കാരണവശാലും പ്രതിയുടെ നിരപരാധിത്വത്തിലേക്ക് ഒരു ചെറുവിരൽ പോലും, ഒരു ചെറു സൂചന പോലും നൽകാൻ പാടുള്ളതല്ല. എങ്കിൽ മാത്രമേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നതാണ് ഉന്നത നീതിപീഠത്തിൻ്റെ വിധികളുടെ സാരാംശം. കൊല്ലപ്പെട്ട ആലീസിൻ്റെ വീട്ടിൽ നിന്നും 25 പവൻ നഷ്ടമായെങ്കിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെടുത്തത് 3 പവനോളം സ്വർണം മാത്രമാണ്. ഇങ്ങനെ കണ്ടെടുക്കപ്പെട്ട മാലയും വളയും കോടതിയിൽ കൊല്ലപ്പെട്ട ആലീസിൻ്റെ ഭർത്താവ് തിരിച്ചറിഞ്ഞെങ്കിലും ക്രോസ് വിസ്താര വേളയിൽ ആ തിരിച്ചറിവ് ഉത്തമ ബോധ്യത്തിലുള്ളതല്ല എന്ന് വെളിപ്പെട്ടു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 27 പ്രകാരമുള്ള മഹസർ രേഖപ്പെടുത്തിയത് നിരവധി കേസുകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിഷ്കർഷിച്ച പ്രകാരമല്ലെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. പ്രതിയെ കുറ്റകൃത്യവുമായി ബന്ധപ്പെടുത്തുന്നതിനായി പോലീസ് മുന്നോട്ട് വച്ച മറ്റൊരു തെളിവായിരുന്നു ബാർബർ ഷോപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെടുത്ത പ്രതിയുടെ ജീൻസും അതിൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കൊല്ലപ്പെട്ട സ്ത്രീയുടെയും ഭർത്താവിൻ്റെയും പേരിലുള്ള സിം കാർഡുകളും. ഇവ ബാർബർ ഷോപ്പിൽ നിന്ന് പ്രതിയുടെ മൊഴിപ്രകാരം പ്രതിയുടെ സാന്നിധ്യത്തിൽ കണ്ടെടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത്. എന്നാൽ ടി ബാർബർ ഷോപ്പിൻ്റെ ഉടമ പോലീസ് പ്രതിയുടെ സാന്നിധ്യത്തിലല്ല ഇവ കണ്ടെടുത്തതെന്ന് മൊഴി നൽകിയത് പ്രതിക്ക് സഹായകരമായി. സിം കാർഡുകൾ സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനകളിലും പോരായ്മയുണ്ടായി. സിം കാർഡുകളും മൊബൈൽ ഫോണുകളും പ്രത്യേകം സീൽ ചെയ്ത അവസ്ഥയിൽ പോലീസ് കസ്റ്റഡിയിൽ ആയിരുന്നു എന്ന് പറയപ്പെട്ട സമയത്ത് അവയിൽ ഒരു സിം കാർഡിലേക്ക് വന്ന ഫോൺ കോൾ അന്വേഷണം സംബന്ധിച്ച നടപടിക്രമങ്ങളിലെ പാളിച്ച വെളിച്ചത്തു കൊണ്ടുവന്നു. ഈ കാര്യങ്ങളെല്ലാം വിചാരണ കോടതി ശ്രദ്ധിച്ചെങ്കിലും പ്രതിക്കെതിരെ മറ്റൊരു സ്ത്രീ നൽകിയ മൊഴിക്ക് പ്രാധാന്യം നൽകി എന്ന് ഹൈക്കോടതി വിലയിരുത്തി. എന്നാൽ ഒരു അബ്കാരി കേസിലെ പ്രതിയുടെ ഭാര്യയായ ഈ സ്ത്രീയുടെ മൊഴിയുടെ വിശ്വാസ്യത അപ്പീൽ കോടതിക്ക് ബോധ്യം വന്നില്ല. ഇന്ത്യയിൽ വധശിക്ഷ നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കുറ്റകൃത്യങ്ങൾക്കാണ്. എന്നാൽ കുണ്ടറ ആലീസ് വധം അപൂർവങ്ങളിൽ അപൂർവമാണോ എന്ന് വിചാരണ കോടതി വിലയിരുത്തിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചു. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ കണക്കിലെടുത്ത് സാഹചര്യ തെളിവുകൾ പരിപൂർണമായി പ്രതി കുറ്റകൃത്യം നടത്തി എന്ന സാധ്യതയിലേക്ക് ഏകോപിപ്പിക്കപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയാണ് അപ്പീൽ കോടതി വിചാരണ കോടതിയുടെ ശിക്ഷ റദ്ദാക്കിയതും പ്രതിയുടെ അപ്പീൽ അനുവദിച്ചതും. ഈ വിധിന്യായത്തിന് പിൻകുറിപ്പായാണ് വളരെ പ്രധാനപ്പെട്ടതും ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൽ അവിസ്മരണീയവുമായ നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൈക്കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടന പൗരന് പ്രദാനം ചെയ്തിട്ടുള്ള സുപ്രധാനമായ മൗലികാവകാശങ്ങളിലെ
ആർട്ടിക്കിൾ 21 മുൻനിർത്തിയാണത്. ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കാര്യക്ഷമമല്ലാത്ത അന്വേഷണത്തിൻ്റെയും തെളിവുകൾ വിലയിരുത്തുന്നതിൽ സംഭവിച്ച അപക്വതയുടെയും പേരിൽ എടുത്തു കളയാവുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചു. മധ്യപ്രദേശിൽ അന്യായമായി തുറുങ്കിലടയ്ക്കപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിക്ക് 42 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് 10 വർഷം ജയിലിൽ കഴിഞ്ഞ ആലീസ് വധക്കേസിലെ പ്രതിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചത്. ഇത്തരം വിധിന്യായങ്ങളിലൂടെ നീതിയും ന്യായവും ഭാരതത്തിൽ എന്നെന്നും പുലരുമെന്ന് നമുക്ക് ആശിക്കാം. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.